ഹായ് മച്ചാമാരെ, ഹോണ്ട ഡിയോയുടെ ഫുൾ എൻജിൻ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ആദ്യമായിട്ട് എൻജിൻ മുഴുവൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്. അതിനകത്ത് ഓയിൽ ഇറങ്ങിയ പാടും അതുപോലെ തന്നെ മണ്ണും ചെളിയൊക്കെ പിടിച്ചിരിക്കുന്നതും കൊണ്ട് എൻജിൻ കഴുകിയെടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ എൻജിൻ കവർ, ഗിയർ ബോക്സ് കവർ, അതുപോലെ തന്നെ ക്ലച്ച് കവർ, അതുപോലെയുള്ള കവറുകളും എൻജിൻ്റെ പറ്റിയിരിക്കുന്ന ഓയിലുകളും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തെങ്കിൽ മാത്രമേ വൃത്തിയാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് കവറെല്ലാം കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാ കവറും ക്ലീൻ ചെയ്ത്, ക്ലച്ച് കവറൊക്കെ കണ്ടില്ല, അതിനകത്ത് ഓയിലും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ബെൽറ്റൊക്കെ ഇടുമ്പോഴത്തേന് ഓയിൽ പറ്റിക്കഴിഞ്ഞാൽ ബെൽറ്റ് സ്ലിപ്പാകാനൊക്കെ സാധ്യതയുണ്ട്. ഗിയർ ബോക്സിൻ്റെ കവറൊക്കെ നല്ല ക്ലീൻ ചെയ്തു, പൊടിയും കാര്യങ്ങളും എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അകത്തുള്ള ബെയറിങ്ങിലെല്ലാം നമുക്കിനി നന്നായിട്ട് ഓയിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കാം. എൻജിൻ കവറിനകമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ അത് ഓയിലിൻ്റെ കരി പോലെ പിടിച്ചിരുന്നതെല്ലാം നമ്മൾ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ക്ലച്ച് കവർ കിടക്കുന്നിടത്ത് എല്ലാ ഓയിലും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് എല്ലാം നല്ല നീറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി ആദ്യം ഇതിന് ഗിയർ ബോക്സാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഗിയർ ബോക്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഇനിയിപ്പം എൻജിൻ സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഗിയർ ബോക്സ് സെറ്റ് ചെയ്യുന്നതിലോട്ട് കിടക്കാം. ഇതാണ് അതിൻ്റെ ഗിയർ ബോക്സ് പാക്കിങ്ങും അതിൻ്റെ ഓയിൽ സീലും വരുന്നത്. ഇതാണ് അതിൻ്റെ ബെയറിങ് വരുന്നത്. അപ്പോൾ നമുക്ക് ബെയറിങ്ങിൽ എല്ലാ സ്ഥലവും ഓയിലിട്ട് കൊടുക്കാം. അപ്പം കഴുകിയത് കൊണ്ട് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബെയറിങ്. അപ്പോൾ നമുക്കാദ്യം ബെയറിങ് സെറ്റ് ചെയ്യാം. ബെയറിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പുറത്ത് വെക്കുന്ന ഓയിൽ സീൽ സെറ്റ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഓയിൽ സീൽ വരുന്നത്. ഓയിൽ സീൽ വെച്ചിട്ടുണ്ട്. ഓയിൽ സീൽ സെറ്റ് ചെയ്യാം. ഓയിൽ സീൽ സെറ്റ് ചെയ്ത് ഓയിൽ സീൽ സീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് അതിൻ്റെ വെക്കേണ്ട പാക്കിങ് എല്ലാം നന്നായിട്ട് ബോണ്ടിട്ട് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടി. ലീക്കൊന്നും വരാതെ വേണം സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇതാണ് അതിൻ്റെ ഇടുന്ന ബോണ്ട്. എല്ലാ സൈഡിലും ഒരേപോലെ ബോണ്ട് തേച്ച് വെച്ചെങ്കിൽ മാത്രമേ ലീക്കില്ലായിരിക്കുള്ളൂ. മിക്കവാറും ഗിയർ ബോക്സിനൊക്കെ എപ്പോഴും ലീക്ക് വരുന്നതാണ്. എവിടെയെങ്കിലും ഒരു ശകലം ഗ്യാപ്പ് വന്നാൽ മതി ലീക്ക് വരാൻ വേണ്ടി. അപ്പോൾ നന്നായിട്ട് ബോണ്ടിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം ഗിയർ ബോക്സ് സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ലീക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെല്ലായിടത്തും പശ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഗിയർ വീലൊക്കെ സെറ്റ് ചെയ്യാം. ഇതാണ് എൻ്റെ ക്ലച്ച് ഷാഫ്റ്റ് വരുന്ന വീല്. നമുക്ക് ഈ വീല് കയറ്റി വെച്ച് സെറ്റ് ചെയ്യാം. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ വീല് കയറ്റിയിട്ട് ഇനി നമുക്ക് ഗിയർ ബോക്സിലെ ബാക്കി വീല് സെറ്റ് ചെയ്യാം. ഇതാണ് അതിനകത്ത് വരുന്ന ബാക്കി വീലുകൾ. ഈ ബെയറിങ്ങിനകത്താണ് ആ വീല് വരുന്നത്. ഇങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നത്. വീലാക്സിൽ വന്ന് ഈ വീലിനെ കറക്കിയിട്ട് ഈ വീലാണ് ക്ലച്ച് ഷാഫ്റ്റിനെ കറക്കുന്നത്. അപ്പോൾ നമുക്കിതാണ് വീലാക്സിൽ വരുന്നിടം. അപ്പോൾ വീലിൻ്റെ ആ വീല് നമുക്ക് കയറ്റിയിടാം. ഇതാണ് ഗിയർ ബോക്സിൻ്റെ വീല് വരുന്നിടം. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് സെറ്റ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മുറുക്കാം. ഒരേപോലെ എല്ലാ സൈഡും ഒരുമിച്ച് മുറുക്കണം. എങ്കിൽ മാത്രമേ ഓരോ സൈഡും കറക്റ്റായിട്ട് സീറ്റ് ആകുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ മുറുക്കി കഴിഞ്ഞാൽ ഓരോ സൈഡ് വഴി ചിലപ്പം ലീക്കാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം സീറ്റായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻജിൻ കവർ വരുന്നത്. എൻജിൻ കവറിനകത്ത് ടൈമിംഗ് പാഡാണ് ഈ കാണുന്നത്. അപ്പോൾ ടൈമിംഗ് പാഡ് മടുപ്പുണ്ട്. നമുക്ക് ടൈമിംഗ് പാഡും കൂടെ മാറേണ്ടതുണ്ട്. ഇതാണ് അതിൻ്റെ 2 ടൈമിംഗ് പാഡ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇടുമ്പം പുതിയ ടൈമിംഗ് പാഡ് ഇട്ടില്ലെങ്കിൽ ടൈമിംഗ് ചെയിന് സൗണ്ട് വരുന്നതായിരിക്കും. ഇതാ അപ്പോൾ നമ്മളതിൻ്റെ ക്രാങ്ക് ചെയ്തുകൊണ്ട് വന്നത്. ക്രാങ്കിൻ്റെ 2 ബെയറിങ്ങും മാറിയിട്ടുണ്ട്, കണ്ടൻറ്റ് ആഡും മാറിയിട്ടുണ്ട്. അപ്പോൾ ലേറ്റൊക്കെ കൊടുത്ത് ചെയ്യുമ്പോഴത്തേക്കും 2 ബെയറിങ്ങും മാറി, കണ്ടൻറ്റ് ആഡ് മാറിയില്ലെങ്കിൽ സൗണ്ട് വ്യത്യാസം എന്തെങ്കിലുമൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ക്രാങ്കൊക്കെ നല്ല നീറ്റാക്കി കയറ്റിയിട്ടുണ്ട്. അപ്പം ബാക്കി വീഡിയോ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അപ്പം എല്ലാവരും അടുത്ത പാർട്ട് കാണുക. ഓക്കെ.